ഓം ക്രീം 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 ക്രീം. കാട്ടുകൊതി കാനാങ്കുഴി കോഴിവയറ്റിലെ കല്ലുന്നില്ല അറ്റുപോകാൻ സ്വാഹ. നമ്മുടെ കാർക്കൂന്തരാരും കണ്ട കെട്ടി വയ്ക്കാം നമുക്ക് രാവിലെ കുളിച്ചിട്ട് കേട്ടോ. അപ്പോഴേ ആരും കാണണ്ട, കാത്തു വെച്ചേക്കട്ടെ. ഞാൻ കാർക്കൂന്തൽ തറയിൽ കിടന്നെഴുതി ആരെങ്കിലും കണ്ണു വിട്ടാലെല്ലാം പൊഴിഞ്ഞു കേട്ടോ. അപ്പോഴേ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴേ എന്നത്തെയും പോലെ ഇന്ന് നമ്മൾ ബ്യൂട്ടി ടിപ്പല്ല കേട്ടോ. ഇന്ന് സുപ്പുനെ നമ്മുടെ സരസ് വെളിയിൽ ചാടിച്ചു. അപ്പോൾ സുലിനി വെളിയിലാണ് കേട്ടോ പാചകം. അപ്പോഴേ ഇന്ന് നമുക്ക് കുറച്ച് വെളിയിലത്തെ വിശേഷങ്ങൾ കാണാം. ഒത്തിരിയൊന്നും ഇല്ല കേട്ടോ, ഇച്ചിരി വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ ഞാനേ ഒരു സൂത്രം ഇവിടെ ഉണ്ടാക്കുകയാണ് കേട്ടോ. വെളിയിലത്തെ അടുപ്പിലിരുന്ന് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അത് ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പോൾ പണ്ട് കാലങ്ങളിൽ ഇതൊക്കെ ആയിരുന്നു എല്ലാവരും കഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ പിന്നെ ഭയങ്കര ഗമയുള്ള ജീവിതങ്ങളൊക്കെ അല്ലേ, അതുകൊണ്ട് ഭയങ്കര ഗമയുള്ള ഭക്ഷണങ്ങളൊക്കെയാണ് രാവിലെ കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പഴയ ആ കാലം ഒന്ന് തിരിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ് ഇന്ന് കേട്ടോ. അപ്പോഴേ ഇന്ന് നമുക്ക് അതൊക്കെ ഒന്ന് കാണാം കേട്ടോ. രാവിലെ തീയും പുകയൊക്കെ കാണുന്നു. അപ്പോഴും നമ്മുടെ സരസു എന്നെ രാവിലെ ഓടിച്ചു വിട്ടു നമ്മുടെ അടുക്കളയിൽ നിന്ന്. എന്നോട് പറഞ്ഞു മേലായ ഇനി എൻ്റെ അടുക്കളയിൽ കയറിപ്പോകരുത്. അതുകൊണ്ട് ഞാനെന്ത് ചെയ്തു, നമ്മൾ ചട്ടിയും കലമായിട്ട് ഇനി വെളിയിലിറങ്ങി കേട്ടോ. വെളിയിലിറങ്ങി നമ്മളിവിടെ പരിപാലമൊക്കെ തുടങ്ങി കേട്ടോ. അത്ര വെള്ളത്തില്ലല്ലോ. സരസു ചാടിച്ചിൻ്റെ ചാടിക്കട്ടെ. നമ്മൾ മുറ്റത്തിട്ട് പരിപാലിച്ച് ചോറും കറിയൊക്കെ വെച്ച് കഴിക്കും കേട്ടോ. അപ്പോഴേ സുപ്പ് എന്താണ് ഇവിടെ ചെയ്യുന്നത് നിങ്ങൾ കണ്ടോ. ഇവിടെ ഞങ്ങൾ ചേമ്പ് വിഴുങ്ങുകയാണ് കേട്ടോ. എൻ്റെ മോൻ പറയുന്ന അമ്മ രാവിലെ പുകയും തീയും പുകയായിട്ട് ഇറങ്ങിയതോ അവനിവിടെ മീൻ കുളം കഴുകും. അപ്പോഴേ ഈ പുക അടിച്ചതിൻ്റെ കൊച്ചിൻ്റെ മുഖത്തോട്ടാണ് ചെല്ലുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞു മോനെ നമ്മുടെ ചേമ്പൊന്ന് പുഴുങ്ങുമ്പോഴത്തേന് നമ്മുടെ ഈ പുക അങ്ങ് മാറും. അതുകൊണ്ട് മോൻ ഇച്ചിരി നേരം ഒന്ന് ക്ഷമിക്കുക, രാവിലെ നമുക്ക് കഴിക്കണ്ടേ. അപ്പോൾ ചേമ്പ് ഒത്തിരി ദിവസമായി നമുക്ക് കിട്ടിയിട്ട് ഇവരെല്ലാവരും കൂടെ ഉണ്ടെങ്കിലേ നമുക്കത് പുഴുങ്ങി കഴിക്കാനൊരു സന്തോഷമൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ സരസ്വനി ഇന്ന് ഗോതമ്പ് ദോശ കൊടുത്ത് കളിപ്പിച്ചു. ഒരു ദിവസമായി അമ്മയ്ക്ക് ഗോതമ്പ് ദോശ കൊടുക്കട്ടെ, എന്നും അരിയുടെ തന്നെ. അപ്പം ഞാൻ വിചാരിച്ചു ഒരു വെറൈറ്റി ആയി കഴിക്കട്ടെ ഇന്ന് സരസ്വ കേട്ടോ. അവിടെ അമ്മയ്ക്ക് ഗോതമ്പ് ദോശയും കൊടുത്തു കളിപ്പിച്ചു. നമ്മൾ ചേമ്പിൻ പുഴുക്കും അമ്മ അത്ര രാവിലെ കഴിക്കത്തില്ല കേട്ടോ. പക്ഷേ ഇവർക്ക് ഇഷ്ടമാണ് ചേമ്പും പുഴുക്ക്. ഇവർ കൊച്ചുങ്ങളൊന്നും അങ്ങനെ കഴിക്കുന്നില്ലല്ലോ സ്കൂളിലൊക്കെ പോകുന്നത് കൊണ്ട്. ഞാൻ വിചാരിച്ചു പാണ്ടി ചേമ്പ് മാത്രം നമ്മളിട്ട് പുഴുങ്ങുകയാണ് കേട്ടോ. ഞാൻ ഇവിടെ മുറ്റത്തൊരു അടുപ്പൊക്കെ സെറ്റ് ചെയ്തായിരുന്നു. അവിടെ ഇരുന്നാണ് നമ്മളിന്ന് ചേമ്പ് പുഴുങ്ങുന്നത് കേട്ടോ. അപ്പോൾ ചേമ്പും പുഴുക്ക് വേണ്ടവരൊക്കെ ഓടി വന്നോണം. അതെങ്ങനെയാണ് വൈകിട്ടല്ലേ നമ്മുടെ വീഡിയോ ഒക്കെ വരത്തുള്ളൂ. അപ്പോഴത്തേനും ഞങ്ങൾ ചേമ്പും പുഴുക്കൊക്കെ കഴിച്ചങ്ങ് ദഹിക്കും കേട്ടോ. കണ്ടോ പുക വരുന്നുണ്ടോ, നിങ്ങളുടെ അടുത്തോട്ട് വരികയാണ്. നല്ല പുകയുണ്ട് കേട്ടോ. പിള്ളേരെന്നെ വഴക്ക് പറയും പെരയ്ക്കകത്ത് മൊത്തം പുകയാക്കുമെന്നും പറഞ്ഞ്. പക്ഷേ ഇതാ കിഴക്കോട്ടും പോകും പടിഞ്ഞാറോട്ടും പോകും ഈ പുക കേട്ടോ. നേരെ പോകാൻ എന്താണ് വഴി ഞാൻ ആലോചിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ട് വെച്ചതേ ഉള്ളൂ, ഒന്ന് അനന്ന് വന്നതേ ഉള്ളൂ കേട്ടോ. ഇത് ഞാൻ ഇവിടോട്ട് വെച്ചിട്ട് ഞാൻ അമ്മയ്ക്ക് കാപ്പി കൊടുക്കാൻ പോയി കേട്ടോ. പോയിട്ട് വന്ന് വീണ്ടും നമ്മളിവിടെ വന്നിരിക്കുകയാണ് കേട്ടോ. മൺചട്ടിക്കകത്താണ് നമ്മളിവിടെ ചെയ്ത് കൊണ്ടിരുന്നത് കേട്ടോ. മൺചട്ടിക്കകത്ത് ഞാൻ ചട്ടികളൊക്കെ കാണിക്കാം, എൻ്റെ അടുത്തൊക്കെ കാണിക്കാം. ഇനി കാന്താരി മുളക് ചമ്മന്തി നമുക്കുണ്ടാക്കണം കേട്ടോ. ഇനി കാന്താരി ചമ്മന്തിയും നമുക്ക് ചേമ്പ് പുഴുക്കൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ കേട്ടോ. പിന്നെ 2 ദിവസം മഴ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ വിറകൊക്കെ നനഞ്ഞ് തണുപ്പല്ലേ, അതുകൊണ്ട് ഇച്ചിരി താമസമുണ്ട്. എന്നാലും കത്തി വരുന്നുണ്ട്, നല്ലതായിട്ട് കത്തി വരുന്നുണ്ട്. കാണിക്കാം നിങ്ങളെ ഞാൻ കേട്ടോ. നമ്മുടെ ചേമ്പ് അവിടെ ഇത് വേവുകയാണ്. അതിൻ്റെ അടുത്തൊന്നും ഇരിക്കണ്ടല്ലോ, നമുക്ക്
തീ ഇട്ട് കൊടുത്തിട്ട് മാറി നിൽക്കാം. പോകാം, കിഴക്കോട്ടും പോകുന്നു പടിഞ്ഞാറോട്ടും പോകുന്നു, നമുക്കന്നേരം മാറി നിൽക്കാം കേട്ടോ. അപ്പോൾ വലിയ ചേമ്പാണ്. പണ്ടൊക്കെ ആണെങ്കിൽ എല്ലാവരും രാവിലെ ഈ പുഴുക്കൊക്കെ ആയിരുന്നു, എല്ലാം കൂടെയുള്ള മിക്സഡ് പുഴുക്കൊക്കെ ഉണ്ടാക്കി കഴിക്കുമായിരുന്നു അല്ലേ. ചേമ്പ്, കാച്ചിൽ, ചേന, പിന്നെ വേറെ ഇങ്ങനെ തോല് പോകുന്ന ഒരു കിഴങ്ങുണ്ട്, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത ഏത്തക്ക, ഇതെല്ലാം കൂടെ ഇട്ടാണ് പണ്ട് കാലങ്ങളിൽ ഇത് പുഴുങ്ങിയിരുന്നത്. പക്ഷേ നമുക്കിപ്പോൾ ഉള്ളത് കൊണ്ടൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും കേട്ടോ. പന്നി പോകാതെ സരസ് മാന്തിക്കൊണ്ട് വെച്ചിരുന്ന ചേമ്പാണ് ഇന്ന് നമ്മളെടുത്ത് പുഴുങ്ങിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ലതാണ്. പിന്നെ എന്നൊന്നും കഴിച്ച അത്ര രസമൊന്നും വരത്തില്ല. ഇന്ന് പിന്നെ എല്ലാവരും ഉള്ളത് കൊണ്ടാണ് ഞാൻ എടുത്തത് കേട്ടോ. തിളയ്ക്കട്ടെ. അപ്പോഴേ ഞാനാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ ആഫ്രിക്കക്കാരുടെയൊക്കെ പിന്നെ നമ്മൾ വീഡിയോ ഒക്കെ കാണത്തില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടം അവരുടെ വീഡിയോ ഒക്കെ കാണാൻ കേട്ടോ. ഇങ്ങനെ പക്ഷേ മേളിലൊന്നുമില്ല, മേൽക്കൂരയൊന്നും ഇല്ലാതെ ഇങ്ങനെ മുറ്റത്തൊക്കെ നല്ല രസം അവരുടെ ഈ പാചകം കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ ആണെങ്കിൽ സ്ത്രീകളാണെങ്കിൽ കുഞ്ഞുങ്ങളെ ഇങ്ങനെ തുണി കെട്ടി ബാക്കിൽ തുണിയൊക്കെ കെട്ടി അവർ നടക്കുകയും അവർ ചെയ്യുമ്പോഴെല്ലാം കുഞ്ഞുങ്ങൾ അവരുടെ ആ പുറത്ത് കാണും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ വീഡിയോ ഒക്കെ കേട്ടോ. അപ്പോഴും നമ്മളൊക്കെ സത്യം പറഞ്ഞാൽ എന്തൊക്കെ സെറ്റപ്പില്ല നമ്മുടെയൊക്കെ കൊച്ചുങ്ങളെ കൊണ്ട് നടക്കുന്ന അവരുടെയൊക്കെ ആ ഒരു ഈ ജീവിത രീതി നമ്മളൊന്ന് കാണുന്നില്ലേ, നല്ല രസം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. രാത്രിയിലാണെങ്കിൽ അതേപോലെയുള്ള വീഡിയോ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഈ ആഫ്രിക്കക്കാരുടെ അവരുടെ അതിനു വേണ്ടി കറികളൊന്നും കാണത്തില്ല, എന്തോ എനിക്കറിയത്തില്ല, ഈ ഗോതമ്പോ റാഗി ഏതാണ്ടൊക്കെ ഇങ്ങനെ കുഴച്ച് എന്തെങ്കിലും അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു എന്താണെന്ന് അറിയത്തില്ല, നമുക്ക് കറികളൊന്നും. അങ്ങനെയൊക്കെ നല്ല രസം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പോൾ എത്ര പേര് അങ്ങനെയൊക്കെയുള്ള ചാനലൊക്കെ കാണുമെന്ന് എനിക്ക് കമൻറ്റ് അയക്കണം കേട്ടോ. അപ്പോൾ നമുക്കും ഇങ്ങനെയൊക്കെ നമുക്ക് വലിയ എന്തൊക്കെ അടുപ്പുകളാണ് ഇപ്പോഴും നമുക്കൊക്കെ. പക്ഷേ ഇങ്ങനെയൊക്കെ ഈ മുറ്റത്തൊക്കെ ഇരുന്ന് പാചകം ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇരുന്ന് എന്ത് രസമാണ്. പിന്നെ വീഡിയോ ചെയ്യാനും പാചകം ചെയ്യാനും അത് കഴിക്കാനും ഒരു നിറം തന്നെയാണ് അല്ലേ. കാക്കയും കിളിയൊക്കെ കരയുന്നതും ഇന്നിപ്പോൾ നമ്മുടെ കാക്കച്ചിയെ കാണുന്നില്ല കേട്ടോ. അപ്പം നമ്മളിങ്ങനെ ഇരിക്കുക. നമ്മുടെ ചേമ്പ് വേവട്ടെ. നമ്മുടെ അടുപ്പൊക്കെ ഇതാണ് കേട്ടോ. നമ്മുടെ അടുപ്പ് ഇതാണ് ഞാനിവിടെ സെറ്റ് ചെയ്തേക്കുന്ന. ഇത് നമ്മളിൽ വാങ്ങിക്കുന്ന അടുപ്പാണ് കേട്ടോ. പിന്നെ മണ്ണ് വെച്ച് ഇങ്ങനെ തിട്ട പോലെ കെട്ടി അവിടെയാണ് ഞാൻ ചേമ്പ് പുഴുങ്ങുന്നത് കേട്ടോ. ഇപ്പം വലിയ ചൂടില്ല നമുക്കിവിടെ, ആരും കാണത്തില്ല. നമ്മളിവിടെ ഇരുന്നാൽ ആരും കാണത്തില്ല, ഒരു കള്ളന്മാരും നമ്മളെ കാണത്തില്ല. മതിലുണ്ടല്ലോ, അതുകൊണ്ട് ആരും കാണത്തില്ല. കണ്ടാലെന്തോ നമ്മുടെ വീട്ടുമുറ്റത്ത് നമ്മുടെ ചേമ്പ്, നമ്മുടെ അടുപ്പ്, നമ്മുടെ കലം, നമ്മുടെ തവി, പിന്നെ നമ്മുടെ സുപ്പ്. പിന്നെ ആരെന്ത് പറയാനാണ് നമ്മളെ പറ്റിയല്ലേ. തിളച്ച് കേട്ടോ, നമ്മുടെ ചേമ്പ് തിളച്ചൊക്കെ വന്നു. ഇനി ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം. എന്നാലും വേവണമല്ലോ, തിളച്ചെങ്കിലും വേവണമല്ലോ. നമ്മുടെ പള്ളിയിൽ പ്രാർത്ഥനയൊക്കെ തുടങ്ങി. അപ്പോൾ പ്രാർത്ഥനയൊക്കെ കേട്ടാണ് ഞാനിവിടെ ഇരുന്ന് ചേമ്പ് പുഴുങ്ങുന്നത്. ചേമ്പ് മാത്രം, പിന്നെ 1-2 കാച്ചിൽ, അതേ ഉള്ളൂ. നല്ല രസമാണ്. ഗ്യാസ് ഇല്ലാഞ്ഞിട്ടല്ല, പെരയ്ക്കകത്ത് അടുക്കളയോ അടുപ്പോ ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ ഇതൊക്കെ ഒരു രസം കേട്ടോ. നമ്മുടെ പണ്ടൊക്കെ നമ്മൾ മുറ്റത്തൊക്കെ ഇട്ട് എന്തുമാത്രം ചോറൊക്കെ വെച്ച് കഴിച്ചിട്ടുണ്ട്. ഇപ്പോഴല്ലേ എല്ലാവരും ഇങ്ങനെ അങ്ങോട്ട് തിരിക്കുമ്പോഴത്തേന് തീ കത്തുന്ന അടുപ്പമൊക്കെ ആയതല്ലേ. നമ്മുടെ അമ്മമാരൊക്കെ എന്തുമാത്രം നമ്മളെ കഷ്ടപ്പെട്ട് വളർത്തിയത്. തീയും പുകയും കരിയും എല്ലാം കൊണ്ടല്ലേ അവർ നമ്മളെ ഒക്കെ ഇത്രയാക്കിയത്. പക്ഷെ നമ്മുടെ മക്കൾ ഇതൊന്നും അറിയുന്നില്ല. നമ്മുടെ മക്കളിപ്പം ഒന്നും പറയണ്ട, ഹൈ ലെവൽ പിള്ളേരാണ് കേട്ടോ. പക്ഷെ നമുക്കൊക്കെ ഓർമ്മയുണ്ട്, നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ കഷ്ടപ്പെട്ട് വളർത്തിയ കാര്യം അല്ലേ, നമുക്കെപ്പോഴും ഓർമ്മയുണ്ട്. ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ഒരു ഓർമ്മയൊന്നും ഇല്ല കേട്ടോ. എന്ത് ചെയ്യാനാ. സരസ്വതിൻ്റെ ചൂട്ടൊക്കെ എടുത്ത് ഞാൻ രാവിലെ അടിച്ചു മാറ്റി കൊണ്ടുവന്നത് തീ കത്തിച്ചേട്ടോ. തീ പറ്റിക്കാൻ പെട്ട പാടിവിടെ. എന്നാലും ഇപ്പം നല്ലോണം കത്തി വന്നു കേട്ടോ. നമുക്ക് ഉപ്പും മുളകൊക്കെ ചതയ്ക്കാം.
നമ്മുടെ ചേമ്പൊക്കെ ദേ ഇവിടെ തിളച്ചു വെന്തില്ല കേട്ടോ, വെന്തില്ല. ഞാനിങ്ങനെ തീ ഊതി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. വേണ്ട അങ്ങനെ ദേ നമ്മളെ ചേമ്പൊക്കെ പുഴുങ്ങി ഞാൻ കാന്താരി ചമ്മന്തിയും അരച്ച് കേട്ടോ. എല്ലാം ഒന്നും കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. രാവിലെ തിരക്കാകത്ത് നമ്മൾ ചെയ്യുന്നുണ്ട്, ഇവിടെയും നമ്മൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് പിന്നെ ചേമ്പ് കൂറ്റുന്നതൊക്കെ എന്താ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇച്ചിരി വെയിലായി നമ്മുടെ ഇവിടെ കേട്ടോ. അപ്പോഴേ എനിക്ക് ഭാഗ്യം ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ 2 ചെറിയ കാച്ചിലുണ്ടായിരുന്നെന്ന്, അതൊരു പീസ് എനിക്ക് കിട്ടി, എനിക്ക് ഭാഗ്യമുണ്ട് കേട്ടോ. അപ്പോഴിത് നമ്മുടെ ചേമ്പ്, അപ്പോൾ ഇച്ചിരി കളഞ്ഞിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ. വല്ല കൊതിയും പെട്ടാലേ എനിക്ക് വയ്യ കേട്ടോ. ഓങ്ക്രി കാട്ടുകൊതി, കാനാങ്കുഴി, കോഴി വയറ്റിലെ കല്ലുന്നില്ല അറ്റുപോക സ്വാഹ. അത് സത്യമാണ് ആ മന്ത്രം കേട്ടോ. കാട്ടുകോഴി, കാനാങ്കോഴി, കോഴി വയറ്റിലെ കല്ലും നെല്ലും അറ്റുപോക സ്വാഹ. ഒരു 2 പ്രാവശ്യം കൂടെ മുഴിഞ്ഞ് കളഞ്ഞേക്കല്ലേ, കൊല്ലം പെട്ടുപോയാലും എനിക്കറിയത്തില്ല. ഞാൻ അടുപ്പിലോട്ടാണ് ഒഴിഞ്ഞിടുന്നത് കേട്ടോ. ക്രിങ് മന്ത്രമൊക്കെ എനിക്കറിയാം. അപ്പോൾ സൂക്ഷിച്ചും കണ്ടുമൊക്കെ വേണം നിങ്ങൾ എൻ്റെ അടുത്ത് ഇടപെടാൻ കേട്ടോ. അപ്പോൾ കണ്ടപ്പം തന്നെ സാറേ കൊതി വരുന്നത്. നമ്മുടെ കാന്താരി ചമ്മന്തിയും കാന്താരിയും ചെറിയ ഉള്ളി ഉപ്പും വെളിച്ചെണ്ണ കേട്ടോ. എല്ലാവർക്കും കൂടെ സുപ്പും അങ്ങ് കഴിച്ചു കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളും വല്ലപ്പോഴും ചേമ്പില്ലാത്തവരൊക്കെ പോയി വാങ്ങിച്ച് ഇങ്ങനെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. ഇവർക്ക് 2 പേർക്കും ഇഷ്ടം കേട്ടോ. എന്നും ഒന്നും ചെയ്യത്തൊന്നുമില്ല. നമ്മുടെ ചേമ്പ്, കാച്ചിൽ, ചീനി എല്ലാം പന്നി കൊണ്ടുപോയി. അതുകൊണ്ട് ഇനിയിപ്പോൾ സരസ് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ ആരും കഴിക്കണ്ട. നമ്മൾ സരസ്വരം കൊടുത്തില്ല കേട്ടോ. രാവിലെ അമ്മ ഇതൊന്നും കഴിക്കത്തില്ല. അമ്മയ്ക്ക് ദോശ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. ഒത്തിരി ദിവസമായി ഗോതമ്പ് അരിയുടെ അല്ലേ എപ്പോഴും കൊടുക്കുന്നത്. നമ്മളെ കാക്കച്ചിമാരെ ഒറ്റ എണ്ണത്തിന് ഇന്ന് കണ്ടില്ല കേട്ടോ. അവർക്ക് കയറു. ഞാനിവിടെ ചേമ്പ് ഒഴുങ്ങിയതിൻ്റെ കയറും. നമ്മുടെ ഇവിടെ പോർച്ചിൻ്റെ അടുത്ത് നട്ടേക്കുന്ന ചെടി കേട്ടോ. ചെടിക്ക് ഒത്തിരി ദിവസമായി വെള്ളം ഒഴിച്ചിട്ട് എന്നാൽ പൈപ്പ് വിടണ്ട. അഹങ്കാരത്തിൻ്റെ കൂടുതലല്ലേ. നമ്മുടെ ചിന്നു വന്നു. എന്താ ചിന്നും അവളുടെ കാമുകനും വന്ന് കഴിക്കും കേട്ടോ. വിളിച്ചാൽ വരും. ഞാനില്ലാത്ത തക്കത്തിന് അടുക്കള കയറി. ഈ കിളികൾക്കൊക്കെ ചെറിയ ഒരു ഇത് മതിയല്ലോ, അവരങ്ങ് കയറും. മുറിക്ക് ബെഡ്റൂമിലൊക്കെ കയറും കേട്ടോ. എന്തായാലും ഒഴിഞ്ഞു കളഞ്ഞത് കാര്യമായി, അല്ലെങ്കിൽ അവിടെ കൊതി കിട്ടിയേനെ. പിന്നെ അകത്ത് കയറാൻ, അടുക്കളയിൽ കയറാന് കയറി ഒന്നും ഇപ്പില്ല. അവിടെ അകത്ത് കയറൂല കേട്ടോ. പക്ഷെ ഞാൻ നിൽക്കുമ്പോഴെല്ലാം അവിടെ വരുന്നുണ്ട് അടുത്ത് കേട്ടോ. അപ്പോൾ ഞാൻ ചീനിപ്പുഴുക്കല്ല ചേമ്പുപുഴുക്കൊക്കെ കഴിക്കട്ടെ. എന്നിട്ട് അവളെ ഒന്ന് ഓടിച്ചു കേട്ടോ. അവളെ അതിനകത്ത് പരിപാലനം നടത്തുന്നു. ഞാനിനി വിളിച്ചാടിയപ്പം അവളവിടെ പരിപാലനം നടത്തുന്നു കേട്ടോ. അപ്പോൾ സുപ്പുവിൻ്റെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും മതിലെ വെയിലടിക്കാൻ തുടങ്ങി കേട്ടോ. എൻ്റെ കണ്ണൊക്കെ പൊളിഞ്ച് വരും. കാണുന്ന ആമ്പിള്ളേർ വിചാരിക്കരുത് ഞാൻ സൈറ്റ് അടിച്ചാണെന്ന് കേട്ടോ. പണ്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഈ സൈറ്റ് അടിയൊക്കെ ഭയങ്കര ഇതായിട്ട് നടന്നോ. ഇപ്പം അതൊന്നുമില്ല. ഇപ്പം വേറെ ഇതാക്കുക കേട്ടോ. സൈറ്റിൽ പഠിച്ചതല്ല സുപ്പ് കേട്ടോ. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരാനായിട്ട്. സുപ്പുവിൻ്റെ കുഞ്ഞു വിശേഷങ്ങളുമായിട്ട് നാളെ വരാം. ഇന്നും നമ്മുടെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആണല്ലോ നമ്മുടെ കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കുന്നത് കേട്ടോ. നാളെയും നല്ല വിശേഷങ്ങളുമായിട്ട് കാണാൻ ഞാൻ നോക്കട്ടെ. അവളെ എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ എടുത്ത് കാണിക്കാം നിങ്ങളുടെ കേട്ടോ. കാമുകൻ വെളിയിരിക്കുന്നു. അവളെ പറഞ്ഞ് അകത്തോട്ട് വിട്ടു. അവൻ പറഞ്ഞു നീ അകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തോണ്ട് ഞാനിവിടെ ഇരിക്കാവുന്ന കാവലിന് ഞാനിവിടെ എഴുന്നേക്കുന്നതെന്ന് അറിയാൻ കേട്ടോ. സത്യമായിട്ടും